ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത്, ഈ ഒരു റീഡിങ്ങിന്റെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ്സുകളുടെ ഒരു ക്രിസ്റ്റലാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റിന്റെ ഒരു ഫോട്ടോ വെക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ മീനിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കയറി നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, സ്പിരിച്വൽ വേൾഡ് വിത്ത് ടാരോട്സ് 2.0 എന്നാണ് സെക്കൻഡ് ചാനലിന്റെ പേര്. അവിടെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു ചാനൽ കയറിയിട്ട് ജസ്റ്റ് വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നല്ല ഒരു സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട്, നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ കിട്ടാനായിട്ട്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിലുള്ള വിഷമത്തിൽ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് കരകയറി പോരാനായിട്ടൊക്കെ ഉള്ള ഒരു അത്തരത്തിലുള്ള ചിന്തകളിലൂടെ ഒരു പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. വിഷമത്തോടെ ആരും ഇരുന്ന് റീഡിങ് കാണരുത്. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു പേഴ്സന്റെ അവസ്ഥ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ, അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ. ഓക്കെ. നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പാസ്റ്റിൽ നല്ലൊരു തിളങ്ങി നിന്നിരുന്ന ഒരു പേഴ്സൺ തന്നെയായിരുന്നു. എല്ലാ രീതിയിലും, വെൽത്തിന്റെ കാര്യത്തിലാകട്ടെ, മറ്റ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാകട്ടെ, ഒരു മനസ്സിന്റെ സമാധാനം, സന്തോഷം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒന്ന് തിളങ്ങി നിന്നിരുന്ന ഒരു പേഴ്സൺ തന്നെയായിരുന്നു. വളരെ ഹാപ്പി ആയിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം ഒരു സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു നീതി തരാതെ, ഒരു ജസ്റ്റിസ് തരാതെ ഈ ഒരു വ്യക്തി പോയി. അതിന്റെ ഒരു കർമ്മ അവരെ ഫേസ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞു തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ അതാണ് നമുക്ക് കാണുന്നത്. പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ക്ലാരിഫിക്കേഷനും കൂടെ നോക്കാം. അപ്പൊ ഏത് സാഹചര്യത്തിലാണോ ഈ ഒരു വ്യക്തി ഉള്ളത്, അവിടെ ചിലപ്പോ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെയോ വൈഫിന്റെ കൂടെയോ ഒക്കെ ആയിരിക്കാം. ഏതൊരു സിറ്റുവേഷനിലായാലും അവരൊട്ടും തന്നെ ആ ഒരു സ്ഥലത്ത് ഹാപ്പി അല്ല എന്നാണ് കാണുന്നത്. ഒട്ടും സന്തോഷം അവർക്കില്ല. അപ്പൊ മറ്റൊരാളുടെ ഒരു അണ്ടറിൽ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, മറ്റൊരാളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർ കൺട്രോൾ ചെയ്യുന്ന അനുസരിച്ച് മാത്രമേ ഈ ഒരു വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനോ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനോ ഒക്കെ പറ്റുള്ളൂ. അവരുടെ ഒരു കൺസേൺ എപ്പോഴും ഇവർക്ക് ആവശ്യമാണ്. ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ എനർജി നമുക്ക് കാണുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അവർക്ക് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു പേഴ്സൺ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് അവരുടേതായ കാര്യങ്ങൾക്കും അല്ലാത്ത കാര്യങ്ങൾക്കും ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഈ ഒരു പേഴ്സണ്, ഈ ഒരു വ്യക്തിക്കുണ്ട് എന്ന് കാണുന്നു. ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള പേഴ്സൺ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം,
അല്ലെങ്കിൽ ഇവര് ആ ഒരു സിറ്റുവേഷൻ വിട്ട് പുറത്ത് കടന്നു പോയി ഇനി വേറെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനോ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാനോ എപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഫോഴ്സ് ഇവരുടെ മേലെ ചുമത്തിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് താങ്ങാവുന്ന അത്രയും ഭാരം അവർ ചുമക്കുന്നുണ്ട്. പക്ഷെ അതിലും കൂടുതലായിട്ടുള്ള ഒരു ഭാരങ്ങളാണ് അവരുടെ ഒരു ചുമലിലേക്ക് വെച്ചു കൊടുക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പല പല രീതിയിലാണ് അത് കൊടുക്കുന്നത്. ആ ഒരു എല്ലാ ഭാഗത്തു നിന്നും ഇവർക്ക് ഒരു ഭാരം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ നമുക്ക് പലപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാകും. ചില ഡൗൺസ് തന്നെ അങ്ങനെ നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. ചില ഡൗൺസ് ഒക്കെ നമ്മൾക്കറിയില്ല, അത് തനിയെ വന്ന് ഭവിക്കുന്നതുമാണ്. അപ്പം എന്താണെങ്കിലും ഇവിടെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇത് ചോദിച്ചു വാങ്ങിയ ഒരു പ്രശ്നം തന്നെയാണ് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ അവര് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിച്ചെന്നതാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഇവര് വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെയധികം അസുഖങ്ങൾ മുതലായവ കൊണ്ടൊക്കെ ഒത്തിരി വിഷമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അങ്ങനെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഹെൽത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങും. അത്തരത്തിലുള്ള ഉറക്കമില്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ. ഓക്കെ, പിന്നെ ഈ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇട്ടിട്ട് പോയല്ലോ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി ചെന്നെത്തിയിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ആ ഒരു പേഴ്സണെ ഒരു വ്യക്തി വളരെയധികം നല്ലൊരു പേഴ്സൺ ആണ്, നിങ്ങളെക്കാളും മെച്ചമുള്ള ഒരാളാണ് എന്ന രീതിയിലായിരുന്നു കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതി കൺസിഡർ ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്തു, ഈ ഒരു വ്യക്തി എടുത്ത് ഹെൽത്തി ബൗണ്ടറീസ് ഒന്നും വെക്കാതെ ഈ ഒരു പേഴ്സൺ എടുത്ത് തലയിൽ വെച്ച് അങ്ങനെ നടന്ന പോലെ ഉള്ള ഒരു എനർജിയാണ് നമുക്ക് വരുന്നത്. അവരെ ഭയങ്കര പ്രൈസ് ചെയ്ത് അങ്ങനെ നിന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രൈസ് ചെയ്ത് നിന്നതുകൊണ്ട് തന്നെ ഇപ്പം അവരുടെ കീഴിൽ നിൽക്കേണ്ട ഒരവസ്ഥ ഈ ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്, ഈ ഒരു കാര്യം ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ഈ ഒരു വിഷമവും കഷ്ടപ്പാടും എല്ലാം ഇവരെ ചോദിച്ചു വാങ്ങിയതായിട്ട് ഞാനിവിടെ പറഞ്ഞത് അതുകൊണ്ടാണ്. പ്രവൃത്തി ദോഷം കൊണ്ട് ഇവർക്ക് വന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ലൈഫിൽ ഈ വ്യക്തിക്ക് വളരെയധികം ഒരു പ്രാധാന്യം കൊടുത്തു. ഈ ഒരു വ്യക്തി പോയിട്ട് മറ്റൊരു തേർഡ് പാർട്ടിക്ക് പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ എല്ലാമായിട്ട് കണ്ടു എന്നാണ് കാണുന്നത്. മറ്റാരെയും നിങ്ങൾ ആ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഒന്നും അത്ര ഇതായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല, ഈ ഒരു വ്യക്തിക്കാണ് നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പറ്റിപ്പോയ ഒരു കാര്യം എന്ന് നമുക്ക് കാണാനായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോ ഈ വ്യക്തിയുടെ ലൈഫിൽ നടക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ലൈഫിൽ പല പല ആളുകൾ കയറി വരിക, ഒന്നും പറയാതെ ഇറങ്ങിപ്പോവുക, ഈ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പെയിന് ബുദ്ധിമുട്ടുകളെല്ലാം തീർച്ചയായിട്ടും അവര് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് കാണുന്നത്. അതിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സപ്പോർട്ടും അവരുടെ ഒരു വിധിയിലുള്ളതാണ്. ഈ ഒരു വിഷമങ്ങളൊക്കെ അവർ അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു സപ്പോർട്ടും ആരുടെ അടുത്തു നിന്നും കിട്ടാനുള്ള യാതൊരു ചാൻസും ഇല്ല. കാരണം അവര് ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു വിഷമങ്ങളെല്ലാം അനുഭവിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ഫെയ്ത്ത് ആയിട്ട് നമുക്ക് പറയാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം അവരുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യും എന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സിറ്റുവേഷൻ അവര് അത് പെട്ടുപോയി, പക്ഷെ അതിൽ നിന്ന് അവർക്ക് മാറിപ്പോകാനായിട്ടുള്ള ഒരു അവസരം കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടാകുമെന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായപ്പോൾ അവർക്ക് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലാകട്ടെ മറ്റു റെസ്പോൺസിബിലിറ്റീസ് ആകട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ നോക്കി നടത്തി ചെയ്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുമായിരിക്കും. നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രകൃതമായിരുന്നു. അതുപോലെ തന്നെ ഒരു ലൈഫിനെ കുറിച്ച് ഒരു സീരിയസ്നെസ്സും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക, ആ തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരുന്നിരിക്കാം. ഈ ഒരു ക്യാരക്ടറൊക്കെ ഇവരുടെ ഒത്തിരി മാറ്റങ്ങൾ വന്നു, ഒരുപാട് മാറ്റം വന്നു. കാരണം അവരൊരു ശരിക്കും ഒരു ഒബ്സർവേഷനിലാണ് എപ്പോഴും ഉള്ളതെന്ന് പറയുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ കുറെ ആളുകളുടെ ഒരു
അണ്ടർ ഒബ്സർവേഷനിലാണ് അവരുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പല കാര്യങ്ങളിലും ഒരു അസഹിഷ്ണുത കാണിച്ചിരുന്ന ഈ ഒരു വ്യക്തി ഇങ്ങനെയല്ല, അങ്ങനെയാണ്, അങ്ങനെ എന്നൊക്കെ പല കാര്യങ്ങളും ഇപ്പോൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ പ്രവൃത്തികൾക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് ഈ വ്യക്തി പോയിട്ടുള്ളതെങ്കിൽ ആ ഒരു വ്യക്തി, നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ചീറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ ഇന്ന് ആ ഒരു വ്യക്തിയാല് ഇവര് ചീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, കാലക്രമേണ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. തുടർന്ന് അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു വിശ്വാസം ഇവർക്ക് ഇപ്പോൾ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലക്രമേണ അത് നഷ്ടപ്പെടും. തുടർന്ന് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനുശേഷം അവര് നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സമയങ്ങളിലൊക്കെ വിഷമിച്ചതുപോലെ സങ്കടപ്പെടുകയും ഡിപ്രഷനിലേക്ക് പോവുകയും നിരാശ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും. അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങി കംപ്ലീറ്റ് ആകേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്ക് അത് മനസ്സിലാകണം, ചീറ്റ് ചെയ്താൽ എത്രത്തോളം വിഷമിക്കും, അല്ലെങ്കിൽ ആ ചീറ്റ് ചെയ്യുമ്പോൾ വിഷമിച്ച് ആ ഒരാളെ ഒറ്റപ്പെടുത്തി പോകുമ്പോൾ അവർക്ക് വരുന്ന ആ ഒരു ഫീലിങ്സ്, അവര് ഏത് സിറ്റുവേഷനിലാണ് ആരുമില്ലാതെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെയുള്ള ആ ഒരു സിറ്റുവേഷനൊക്കെ അവർ ഫേസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. ആ സെയിം സിറ്റുവേഷൻ അവർക്ക് വരും എന്നാണ് കാണുന്നത്. അപ്പൊ അതുവഴി ആയിട്ട് അവർക്ക് നിരാശ, ദുഃഖം, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നും ഒരു ബ്രേക്കപ്പ് നടന്നാൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ അവരറിയണം. ഇവർക്ക് ഇപ്പോൾ അതിന്റെ വേദന വിഷമമൊന്നും അറിയത്തില്ല. പക്ഷെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവര് മനസ്സിലാക്കും എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ അവര് ഈ ഒരു ഞാനിപ്പോ ഈ കാർഡുകൾ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ ഒരു അവരുടെ ലൈഫിലെ ജേർണി, ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുമ്പോൾ വിചാരിക്കുമോ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, മേഡം ഇങ്ങനെ ജസ്റ്റ് റീഡിങ് പറയുന്നു അത്രേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഒരു ജേർണി ഇതിൽ നമ്മളിപ്പോ ഒരു ജേർണൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ കുറെ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ജേർണിയിലെ പകുതിയായിട്ടേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ഇവിടെ അടിച്ച് പിരിഞ്ഞിട്ടുണ്ടാകും, ചില ആളുകൾക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ടാകും. അങ്ങനെ ഏത് ഘട്ടത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു എനർജീസ് പോകുന്നതെന്ന് അത് റെസനേറ്റ് ആവുന്നത് പലർക്കും പല രീതിയിലായിരിക്കും. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അവര് കുറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അവരതൊക്കെ പഠിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട്. അതുപോലെ ഇമോഷൻസിനൊന്നും ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു പേഴ്സൺ ആയിരുന്നു ഇതെന്നാണ് കാണുന്നത്. വളരെ ഒരു തിരിച്ചറിവൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇമോഷൻസിന്, മറ്റുള്ളവരുടെ ഇമോഷൻസിന് നല്ല വിലയുണ്ടെന്നുള്ള കാര്യമൊക്കെ ഈ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവര് ആ ഒരു അടിച്ചു പൊളിച്ച് നടന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ആ ഒരു എനർജീസ് എല്ലാം അവരിൽ നിന്ന് പോയി. ഇപ്പൊ ശരിക്കും കഷ്ടപ്പാടിന്റെ ഒരു സമയം തന്നെയാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ കുറെ നാളുകൾക്ക് ശേഷം ഇവരുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ നിൽക്കുന്ന സിറ്റുവേഷൻ മൊത്തത്തിൽ തകർന്നടിഞ്ഞതിന് ശേഷം അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് മാറ്റം സംഭവിച്ച അല്ലെങ്കിൽ കാലം മാറ്റിയെടുത്തിട്ടുള്ള വ്യക്തികളാണ്, ആ ഒരു രീതിയിലുള്ള വ്യക്തികളാണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് പോകുന്നത്. ആ പഴയ വ്യക്തിയല്ല, ആ ഒരു പഴയ പേഴ്സണേ അല്ല നിങ്ങളിലേക്ക്. ഇനി തിരികെ വരുമ്പോൾ അവർ മൊത്തത്തിൽ ടോട്ടലി ചേഞ്ച്ഡ് ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഏത് രീതിയിൽ ചീറ്റിങ്ങും അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വിഷമം, വേദനയൊക്കെ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് പലർക്കും പല സ്വഭാവമല്ല. ഇപ്പൊ നമുക്കിപ്പോ നല്ല വിഷമവും വേദനയൊക്കെ തന്നെ ഇനി എനിക്ക് ആ ഒരു വ്യക്തിയുടെ, ചിലരുണ്ട് എനിക്കിനി ആ വ്യക്തിയുടെ മുഖം പോലും കാണണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് റീഡിങ് നിർത്തി പോയിക്കൊള്ളുക. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ അവർ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു റീഡിങ് കണ്ടു അല്ലെങ്കിൽ ആരെങ്കിലും ഫോഴ്സ് ചെയ്തു എന്നതിന്റെ പേരിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും. എന്തായാലും ഈ ഒരു സർക്കിൾ ഇങ്ങനെ പോയി കംപ്ലീറ്റ് ആയി അവർ വിഷമത്തിലേക്ക് വന്നു, വീണ്ടും പാഠങ്ങളൊക്കെ പഠിച്ച് നിങ്ങളിലേക്ക് വരും. അപ്പൊ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യും. ഇനി അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ചില ആളുകളുടെ വ്യക്തികൾ, അതായത് നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സോ അവരൊക്കെ വഴി നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടൊക്കെ ഉള്ള ഒരു
കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ വഴി വീണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വന്ന് റിലേഷൻഷിപ്പിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് പണി വാങ്ങി തുടങ്ങുന്ന ഒരു സമയങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സമയങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് അവര് നിങ്ങളിലേക്ക് വരും. മൊത്തത്തിൽ പൊട്ടി പാളീസായി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരും. അപ്പോൾ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കുറെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ പറ്റിപ്പോയി, അല്ലെങ്കിൽ അവർ കാരണമാണ് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വന്നു പോയത്, അല്ലെങ്കിൽ അവരെന്നെ തെറ്റിദ്ധരിപ്പിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പതിയെ വരാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത സ്നേഹം അവരോടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഓടിപ്പോയി അവരെ ഒരു സ്നേഹിക്കാനോ അല്ലെങ്കിൽ വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനോ ഒന്നും ശ്രമിക്കരുത്. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അവരെ കുറിച്ച് നന്നായിട്ട് കിടന്നൊന്ന് വെള്ളം കുടിക്കട്ടെ, നന്നായിട്ടൊരു പാഠമൊക്കെ പഠിക്കട്ടെ. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇനി ആ ഒരു വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. അല്ലെങ്കിൽ അവർ ഇനിയും നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ട് വന്നാലും എന്നെ ഈ വ്യക്തി സ്വീകരിക്കും എന്ന രീതിയിൽ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അവരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് സ്വീകരിക്കാനായിട്ട് താല്പര്യമുള്ളവർ അവരെ സ്വീകരിക്കാവുള്ളൂ. അല്ലാതെ ഇവരിപ്പോൾ വന്ന് പറയുമ്പോൾ തന്നെ ചാടിപ്പോയി അവരെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളൊരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ ഓരോരുത്തരുടെയും ലൈഫാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൊണ്ട് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, സെൽഫ് എംപ്ലോയ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982, ട്രൂ ലവ്, ഹെൽത്ത് ഇഷ്യൂസ്, 42, 1995, ഫ്ലവേഴ്സ്, ലെറ്റർ L, 777 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ. ഫെബ്രുവരി മന്ത്, ഗോൾഡൻ കളർ, പാലക്കാട് ജില്ല, ഹിയറിംഗ് ഇഷ്യൂസ്, ലോങ് നെയിൽ, നമ്പർ 22, മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡിൽ മറുകുള്ള വ്യക്തികളായിരിക്കാം. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം. ലോയർ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 1985 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല, 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നു. മ്യൂസിക്, ലെറ്റർ X, പെറ്റ് ലവേഴ്സ്, ഷോർട്ട് ഹെയർ, നേച്ചർ, encourages you, singing, today, letter F, number 13, short tempered, തിരുവനന്തപുരം ജില്ല, 2002, reading, today എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 1980, cricket, October month, letter M, letter K, green color, yellow color, chocolate lover, feels past life connection, tea lover, 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കിട്ടുന്നു. നമ്പർ 46, നമ്പർ 22, ലെറ്റർ S, ഐസ്ക്രീം ലവർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.